കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്ത പരിപാടിക്കായി വ്യാപക പണപ്പിരിവ് നടന്നെന്ന് വ്യക്തമായതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പരിപാടിയിൽ പങ്കെടുത്ത രക്ഷിതാക്കളുടെ മൊഴിയെടുത്തു. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുത്തത്. കുട്ടികളുടെ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ ഇന്നലെ കേസെടുത്തിരുന്നു. പരിപാടിയിൽ രജിസ്ട്രേഷനായി വൻ പിരിവ് നടന്നതായി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടികളിൽ നിന്ന് 1400 മുതൽ 5000 രൂപ വരെ വാങ്ങിയതായിട്ടാണ് മൃദംഗനാദം സംഘാടകർക്ക് എതിരെയുള്ള ആരോപണം. മൃദംഗ മിഷൻ ഡയറക്ടർ ഉൾപ്പെടെ 4 പേർക്കെതിരെ പാലാരിവട്ടം പോലീസ് വിശ്വാസവഞ്ചനയ്ക്ക് കേസെടുത്തു. കലൂർ സ്വദേശിയായ ബിജി എന്ന വീട്ടമ്മയുടെ പരാതിയിലാണ് കേസെടുത്തത്. മൃദംഗ മിഷൻ ഡയറക്ടർ നിഗോഷ്, ഭാര്യ സിഒ ഷമീർ, നടി ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ എന്നിവർക്കെതിരെയാണ് കേസ്. അതേസമയം സാമ്പത്തിക ചൂഷണത്തിൽ നൃത്ത അധ്യാപകർ വഴിയാണ് പണപ്പിരിവ് നടത്തിയിരുന്നത്. ഇടനിലക്കാർ എന്ന നിലയിലാണ് നൃത്ത അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുക. കൂടുതൽ പരാതികൾ കിട്ടിയാൽ അതനുസരിച്ച് കേസെടുത്തേക്കുമെന്നാണ് വിവരം. മൃദംഗനാദത്തിൽ കുട്ടികളെ കൊണ്ടുവരാൻ ഡാൻസ് ടീച്ചർമാർക്ക് വാഗ്ദാനം നൽകിയതായി വ്യക്തമായിട്ടുണ്ട്. 100 കുട്ടികളെ കൊണ്ടുവരുന്ന ഡാൻസ് ടീച്ചർമാർക്ക് സ്വർണ്ണ നാണയം സമ്മാനം നൽകുമെന്നായിരുന്നു സംഘാടകരുടെ വാഗ്ദാനം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡാൻസ് ടീച്ചർമാരാണ് കുട്ടികളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തത്. ഇതിനായി ഓരോ കുട്ടിയിൽ നിന്നും 7000 മുതൽ 8000 രൂപ വരെ വാങ്ങുകയും വാട്സപ്പ് ഗ്രൂപ്പിൽ പണം നൽകിയവരുടെയും നൽകാത്ത കുട്ടികളുടെയും പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ബാക്കി പണം നിർബന്ധമായി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നു. 1600 രൂപയാണ് രണ്ടാം ഗഡുവായി കുട്ടികളിൽ നിന്ന് ഈടാക്കിയിരുന്നത്. ഇത് നവംബർ 2-ാം തീയതിക്കുള്ളിൽ നിർബന്ധമായും അടയ്ക്കണമെന്നും ഈ പണം തന്നാൽ മാത്രമേ പരിപാടിക്കുള്ള കോസ്റ്റ്യൂം ലഭിക്കുകയുള്ളൂവെന്നും ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. പരിപാടിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായും അല്ലാതെയും സംഘാടകർ വിശ്വാസവഞ്ചന നടത്തിയെന്നാണ് പരാതി. പരിപാടിക്കായി 2000 രൂപയും പിന്നീട് വസ്ത്രത്തിനായി 1600 രൂപയും വാങ്ങി. കൂടാതെ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വെച്ച് നടത്തിയ പരിപാടിയിൽ സംഘാടകർ റെക്കോർഡ് വേദിയിൽ ഏറ്റുവാങ്ങിയെങ്കിലും നൃത്തത്തിൽ പങ്കെടുത്തവർക്ക് ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങളൊന്നും നൽകിയില്ലെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. 100 കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്ന ഡാൻസ് ടീച്ചർമാരെ ഒറിജിനൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റിനൊപ്പം ടൈറ്റിൽ അവാർഡും ഗോൾഡ് കോയിനും നൽകി ആദരിക്കും എന്നായിരുന്നു മൃദംഗനാദം ടീമിന്റെ അറിയിപ്പ്. 50 പേരെയും 25 പേരെയും ചേർക്കുന്നവർക്കും സമാന രീതിയിൽ വാഗ്ദാനമുണ്ടായിരുന്നു. കുട്ടികളിൽ നിന്ന് പിരിച്ച രൂപ കൂടാതെ ദിവ്യ ഉണ്ണിയുടെ പേരിലും പണപ്പിരിവ് നടത്തിയെന്നാണ് ആരോപണം. പരസ്യത്തിനായും വൻതുക സംഘാടകർ പിരിച്ചുവെന്ന് നൃത്ത അധ്യാപകർ പറഞ്ഞിരുന്നു. അതേസമയം അനുമതിയില്ലാതെ സ്റ്റേജ് കെട്ടിയതിന് സംഘാടകർക്ക് കോർപ്പറേഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഷോയുടെ ടിക്കറ്റ് വിൽപ്പന സംബന്ധിച്ചും വിശദാംശങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടും കോർപ്പറേഷൻ സംഘാടകർക്ക് നോട്ടീസ് അയച്ചിരുന്നു. അതേസമയം മൃദംഗ മിഷന്റെ മെഗാ നൃത്ത പരിപാടിയിൽ ഉയർന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി കല്യാൺ സിൽക്സ് രംഗത്തെത്തി. സംഘാടകരുമായി ഉണ്ടാക്കിയത് വാണിജ്യ ഇടപാട് മാത്രമാണെന്നും വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും കല്യാൺ സിൽക്സ് ആവശ്യപ്പെട്ടു. കല്യാണിന്റെ പേര് ചൂഷണത്തിന് ഉപയോഗിച്ചതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച കല്യാൺ സിൽക്സ് സംഭവം നടന്ന 2 ദിവസം പിന്നിടുമ്പോഴാണ് വാർത്താക്കുറിപ്പിറക്കി പ്രതികരണം അറിയിച്ചത്. മൃദംഗനാദം സംഘാടകർ 12500 സാരിക്കാണ് ഓർഡർ നൽകിയതെന്നും പരിപാടിക്ക് വേണ്ടി മാത്രം കല്യാൺ സിൽക്സ് സാരി നിർമ്മിച്ച് നൽകുകയായിരുന്നുവെന്നും പറയുന്നു. ഇതിനായി ഈടാക്കിയത് 390 രൂപ. എന്നാൽ പിന്നീടാണ് ഈ സാരിക്ക് സംഘാടകർ 1600 രൂപ ഈടാക്കിയെന്ന് അറിയുന്നതെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഡിസംബർ 29-ന് വൈകിട്ടാണ് കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഉമാ തോമസ് MLAക്ക് ഗുരുതര പരിക്കേറ്റത്. തലയ്ക്കും ശ്വാസകോശത്തിനുമടക്കം പരിക്കേറ്റിരുന്നു.